ഹായ് ഹലോ കുഞ്ഞു ഈ പീനൽ ഗ്ലാൻഡിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന സെക്ഷൽ ക്യാരക്ടേഴ്സിനെ പറ്റി. സെക്കൻഡറി സെക്ഷൽ. ഹായ് ഹലോ, ഞാൻ അസൻഷ്യ രാജു. വെൽക്കം ടു മൈ ക്ലാസ് റൂം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇതാണ് പാൻക്രിയാസ് എന്നും എങ്ങനെയാണ് നമ്മളെ ബോഡിക്കകത്ത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചു. പാൻക്രിയാസിന്റെ ക്രോസ് സെക്ഷൻ നമ്മൾ കണ്ടു. ആൽഫ സെൽസ് എന്താണ്, ബീറ്റ സെൽസ് എന്തെന്ന് പഠിച്ചു. പിന്നെ നമ്മളെ ബോഡിക്കകത്ത് എങ്ങനെയാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം നമ്മൾ ഭയങ്കര നല്ല വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്തു. ബീറ്റ സെൽസിന്റെ അളവ് എന്ന് വെച്ചാൽ ബീറ്റ സെൽസിന്റെ ഡിസ്ട്രക്ഷൻ മൂലം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നു. ഇൻസുലിൻ നമ്മുടെ ബോഡിക്കകത്ത് കൂടിക്കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ നമുക്ക് പാർട്ട് 1 ഇതിന് മുൻപ് ഞാൻ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു മെറ്റബോളിസത്തിനെ പറ്റിയിട്ട്. ആ പാർട്ട് 1ൻ്റെയും പാർട്ട് 2ൻ്റെയും വീഡിയോ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ആ ക്ലാസ് ചെന്ന് കേട്ട് കുറച്ചുകൂടി ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പീനൽ ഗ്ലാൻഡിനെ പറ്റിയിട്ടാണ്. ഈ പീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ സെൻറ്റർ ഓഫ് ദ പാർട്ടിൽ കാണപ്പെടുന്ന ഒരു കുഞ്ഞു ഗ്ലാൻഡാണ് പീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നു. അപ്പോൾ ഈ പീനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ ഹോർമോൺ എന്ന് പറയുന്നു. ഇനി ഈ മെലാറ്റോണിൻ ഹോർമോൺ നമ്മുടെ ബോഡിക്കകത്തുള്ള എല്ലാ റിതമിക് ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് പീനൽ ഗ്ലാൻഡ്. ഇനി എന്താണ് റിതമിക് ആക്ടിവിറ്റീസ്? റിതമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുന്നത്, രാവിലെ എഴുന്നേൽക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ റിതമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ രാവിലെ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്ക് 7 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണം. അതൊക്കെയാണ് നമ്മൾ റിതമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇനി ഈ മെലാറ്റോണിൻ ഏത് സമയത്താണ് കൂടുതലായി കാണപ്പെടുന്നത്? മെലാറ്റോണിൻ രാത്രി സമയങ്ങളിൽ കൂടുതലും പകൽ സമയങ്ങളിൽ കുറവായിട്ടാണ് മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കാണാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്ലീപ്പിംഗ് ആൻഡ് വേക്കിംഗ് അപ്പ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് റിതമിക് ബോഡി ആക്ടിവിറ്റീസ്. ദീസ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആർ കൺട്രോൾഡ് ബൈ ദ പീനൽ ഗ്ലാൻഡ്. ഓൾറെഡി പറഞ്ഞു, നമ്മൾ രാവിലെ ഉറങ്ങുന്നതും രാവിലെ എഴുന്നേൽക്കുന്നതായിട്ടുള്ള എല്ലാ റിതമിക് ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് പീനൽ ഗ്ലാൻഡാണ്. ഇത് എവിടെ കാണപ്പെടുന്നു? സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിൻ്റെ സെൻറ്ററിലാണ് ദിസ് പോർഷൻ. എവിടെയാണ് ഇത് കാണാൻ സാധിക്കുന്നത്? ഇനി ഇത് ദ മെലാറ്റോണിൻ, ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഗ്ലാൻഡ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ റിതം ഓഫ് അവർ ഡെയിലി ആക്ടിവിറ്റീസ്. ഈ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. ഈ മെലാറ്റോണിൻ എന്ത് ചെയ്യുന്നു? നമ്മളെ ബോഡിക്കകത്തുള്ള റിതമിക് ആക്ടിവിറ്റീസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മൾ ഡെയിലി റിതമിക് ആക്ടിവിറ്റീസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഇനി ഈ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ രാത്രി സമയങ്ങളിൽ കൂടുതലായിട്ടും പകൽ സമയങ്ങളിൽ കുറവായിട്ടും കാണാൻ പറ്റുന്നു. ഇനി ഈ പീനൽ ഗ്ലാൻഡിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താ വെച്ചാൽ നമ്മൾ റീപ്രൊഡക്റ്റ് ആക്ടിവിറ്റീസ്, ഡെഫിനിറ്റീവ് റീപ്രൊഡക്റ്റീവ് പീരീഡ്സിലുള്ള റീപ്രൊഡക്റ്റ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതും എന്താണ്? ഈ മെലാറ്റോണിൻ ഹോർമോൺ തന്നെയാണ്. നമുക്ക് നോക്കാം. ദ ഹോർമോൺ ഓൾസോ കൺട്രോൾസ് ദ റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗാനിസം ദാറ്റ് ഹാവ് ഡെഫിനിറ്റ് റീപ്രൊഡക്റ്റീവ് പീരീഡ്സ്. ഡെഫിനിറ്റീവ് റീപ്രൊഡക്റ്റീവ് പീരീഡ്സ് ഉള്ള ഓർഗാനിസത്തിന്റെ റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ ആര് സഹായിക്കുന്നു? പീനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാറ്റോണിൻ ഹോർമോൺ സഹായിക്കുന്നു. ഇതുവരെ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടന്നാലോ? ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ പറ്റിയിട്ടാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ടോപ്പിക്ക് ഞാൻ എടുക്കുമ്പോൾ കൺഫ്യൂഷൻസ് പല ഏരിയയിലും ഉണ്ടാവും. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതിയാവും. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് ദ ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത്. ഗ്രോത്തിന് സഹായകരമാകുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 ലോബുകളുണ്ട്. എന്താണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 ലോബുകളുണ്ട്. ഒന്നാമത്തെ ലോബിനെ നമ്മൾ പറയുന്നു ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. Then one is posterior lobe of pituitary. Okay. ഇനി ഈ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിയും പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിയും കണക്ട് ചെയ്തിരിക്കുന്നത് ആരായിട്ടാണ്? നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോതലാമസുമായിട്ട് കണക്റ്റഡ് ആണ് ഇവർ രണ്ടുപേരും. ഇതൊരു ക്ലിയർ അല്ലേ? നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി എന്നും പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി എന്ന് പറയുന്നു. ഈ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിനെയും പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിനെയും കണക്ട് ചെയ്തിരിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, ഇനി ഇതിൽ പറയുന്നതാണ് ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി കാണപ്പെടുന്നതാണ് പോർട്ടൽ വെയിനും പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി കാണപ്പെടുന്നതാണ് നെർവ് ഫൈബറും കാണാൻ വേണ്ടി സാധിക്കുന്നു നമുക്ക്.
ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, ആ വീഡിയോയിൽ കാണിക്കുന്നത് തന്നെ ഈ പറഞ്ഞില്ലേ ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസ് ആൻറ്റീരിയർ ലോബ് പറഞ്ഞു, പോസ്റ്റീരിയർ ലോബ് പറഞ്ഞു. ഇനി ഈ ആൻറ്റീരിയർ ലോബും പോസ്റ്റീരിയർ ലോബും എന്തൊക്കെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ട് തിരിച്ചു വരാം. The hypothalamus is a small region situated directly above the brainstem. It is made up of a collection of nuclei with a variety of functions, but in general the hypothalamus is involved in controlling the two H's, homeostasis and hormones. Homeostasis is a term used to describe the maintenance of balance or stability in a biological system. The hypothalamus can maintain homeostasis either by exerting direct influence over the autonomic nervous system or by causing the release of hormones. The hypothalamus manipulates hormone release primarily by controlling the pituitary gland. The pituitary gland is a hormone-secreting gland that sits just below the hypothalamus. It is sometimes called the master gland because it not only secretes many extremely important hormones, but it also regulates the activity of other hormone-secreting glands throughout the body. The pituitary gland consists of two lobes, called the anterior and the posterior pituitary. The anterior pituitary is responsible for the release of a number of hormones that have widespread effects throughout the body. They include growth hormone, which is involved with growth, follicle-stimulating hormone, which plays a role in development and reproduction, luteinizing hormone, which is essential to testosterone production and reproduction, adrenocorticotropic hormone, which is involved with the stress and fear responses, thyroid-stimulating hormone, which is important to healthy metabolism, and prolactin, which promotes milk production in females. The release of these hormones is controlled by the hypothalamus, which sends signals in the form of releasing hormones to tell the anterior pituitary when to secrete its hormones. The posterior pituitary also secretes two hormones, but does not synthesize them. Instead, they are synthesized by the hypothalamus and then sent to the posterior pituitary for release into the bloodstream. The names of these hormones are oxytocin and vasopressin. Oxytocin has important roles in facilitating childbirth and lactation, but is also thought to have a role in compassion and social bonding. Vasopressin's main functions are to control urine output and regulate blood pressure. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ വീഡിയോ കണ്ടു, കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗ്രോത്ത് ഹോർമോൺ. അതിൻ്റെ ഇനി ആൻറ്റീരിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് എന്താണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ വീണ്ടും പറയുന്നുണ്ടോ ഒന്നുകൂടി. ഞാൻ ഗ്രോത്ത് ഹോർമോൺ എന്ന് എടുത്ത് പറയാൻ കാരണം നമ്മൾ നെക്സ്റ്റ് ഗ്രോത്ത് ഹോർമോൺ വയ്ക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ നെക്സ്റ്റിലോട്ട് കിടക്കാം. ദ ഹോർമോൺ ദാറ്റ് പ്രൊമോട്ട്സ് ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി ഡ്യൂറിങ് ഇറ്റ്സ് ഗ്രോത്ത് ഫേസ്. ഗ്രോത്ത് ഫേസിൽ നമ്മളുടെ ബോഡിക്കകത്തുള്ള ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അത് ഏത് ഹോർമോണാണ്? സൊമാറ്റോട്രോപ്പിൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഈ ഗ്രോത്ത് ഫേസിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പറയുന്നു? ജൈജാൻറ്റിസം എന്ന് പറയുന്നു. ജൈജാൻറ്റിസം എന്ന് വെച്ചാൽ നല്ല ടോളായിട്ടുള്ള, ഇത്രയും നല്ല പൊക്കവും നല്ല ടോൾ പേഴ്സൺ ആയിരിക്കും ജൈജാൻറ്റിസത്തിലുള്ള ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട്. ഇനി നോക്കാൻ പോകുന്നത് ഗ്രോത്ത് ഹോർമോൺ ഫേസ്. ഡ്യൂറിങ് ദ ഗ്രോത്ത് ഹോർമോൺ ഫേസിൽ ഈ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് നമ്മൾ ഡോർഫിസോ എന്ന് പറയുന്നത്. എന്താണ് ഡോർഫിസോ എന്ന് നമ്മൾ പറയുന്നു? അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തരാം. ജൈജാൻറ്റിസം എന്ന് പറയുന്നത് ഇഫ് ദ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഇൻക്രീസസ് ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ബോഡി എക്സസൈസ് ഗ്രോത്ത് ആയിരിക്കും, നമ്മളെ ബോഡിക്ക് നല്ല ഗ്രോത്ത് കൂടുതലായിട്ട് നടക്കും. ആ കണ്ടീഷൻ നമ്മൾ പറയുന്ന പേര് ജൈജാൻറ്റിസം എന്ന് പറയുന്നു. ഇനി പ്രൊഡക്ഷൻ്റെ ഗ്രോത്ത് ഫേസിൽ നമ്മൾ പറഞ്ഞ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പറയുന്നു? ഡോർഫിസോ എന്ന് പറയുന്നു. അടുത്ത അക്രോമെഗാലി, കൺഫ്യൂഷൻ ആവണ്ട. അക്രോമെഗാലി എന്ന് പറയുന്നത് ആഫ്റ്റർ ദ ഗ്രോത്ത് ഫേസ് കഴിഞ്ഞതിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ടീഷനെ പറയുന്നു അക്രോമെഗാലി. വായിക്കാം. Acromegaly is the condition caused by the excessive production of somatotropin after the growth phase. Growth phase-ന് ശേഷം എന്ത് കൂടിക്കഴിഞ്ഞാൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ that condition is known as acromegaly. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി അക്രോമെഗാലിയുടെ ആളുകൾ എങ്ങനെ കാണപ്പെടുന്നു വെച്ചാൽ അവരുടെ ജോസിലത്, ഫിംഗേഴ്സിലത്, ഫേസിൽ ബോൺസ് ഒക്കെ നല്ല വലുതായിരിക്കും. കണ്ടില്ലേ ഈ ഫേസ് കണ്ടില്ലേ? നല്ല അവരുടെ ഇവിടെയുള്ള ബോൺസിൻ്റെ ഗ്രോത്ത് ഭയങ്കര കൂടുതലായിരിക്കും. അതാണ് അക്രോമെഗാലിയുടെ പേഴ്സൺസിനെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവിടെ എവിടെയൊക്കെ നല്ല വലിയ ഫേസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഗ്രോത്ത് ഹോർമോണെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൊമാറ്റോട്രോഫിൻ്റെ ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസും പറയുന്നുണ്ട്, ആഫ്റ്റർ ദ ഗ്രോത്ത് ഫേസും പറയുന്നുണ്ട്. ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസിൽ സൊമാറ്റോട്രോഫിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ജൈജാൻറ്റിസം എന്ന് പറയുന്നു. ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസ് ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡോർഫിസോ എന്ന് പറയുന്നു.
ആഫ്റ്റർ ദ ഗ്രോത്ത് ഫേസ് ഈ പറഞ്ഞ സോമാറ്റോട്രോപ്പിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ അക്രോമെഗാലി എന്ന് പറയുന്നു. ഓക്കെ, the anterior lobe of pituitary gland produces the hormones which regulates the function of other endocrine gland. ശ്രദ്ധിച്ച് കേൾക്കുക. The anterior lobe of pituitary glandiലുള്ള anterior lobe produces the hormone which regulates the function of other endocrine gland. മറ്റ് endocrine glandന്റെ ഫങ്ഷൻസും ആര് നിർവഹിക്കുന്നുണ്ട്, ആര് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്? പിറ്റ്യൂട്ടറി ആൻറ്റീരിയർ ലോബ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നിർവഹിക്കുന്നുണ്ട്. ദീസ് ആർ ട്രോപ്പിക് ഹോർമോൺസ്. അങ്ങനെയുള്ള ഹോർമോൺസ് നമ്മൾ പറയുന്ന പേര് എന്താണ്? ട്രോപ്പിക് ഹോർമോൺസ് എന്ന് നമ്മൾ പറയപ്പെടുന്നു. Hence the pituitary gland is great significance in the endocrine system. Okay, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്, അതിൻ്റെ ഫങ്ഷൻസ് ആണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് കണ്ടു. ഗ്രോത്ത് ഹോർമോൺ, പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ് കുറേ ഹോർമോൺസ് കണ്ടു. ഇനി നമ്മൾ അതിൻ്റെ ഫങ്ഷൻസും കൂടെ പഠിക്കാൻ പോവുകയാണ്. ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. ഫസ്റ്റ് വൺ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പേരിൽ തന്നെ ഉണ്ട് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ അത് എന്ത് സ്റ്റിമുലേറ്റ് ചെയ്യുമായിരിക്കും? ആരുടെ ആക്ടിവിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമായിരിക്കും? തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ആക്ടിവിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമായിരിക്കും. നെക്സ്റ്റ് വൺ അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ. പേരിൽ തന്നെ ഉണ്ട് അഡ്രിനോകോർട്ടിക്. അഡ്രിനൽ കോർട്ടക്സ്. അഡ്രിനൽ കോർട്ടക്സ് എവിടെ കാണപ്പെടുന്നു? കിഡ്നിയുടെ മുകളിൽ കാണപ്പെടുന്ന ഒരു പാർട്ടാണ് നമ്മൾ അഡ്രിനൽ കോർട്ടക്സ് എന്ന് പറയുന്നത്. അഡ്രിനൽ കോർട്ടക്സിന്റെ ആക്ടിവിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അഡ്രിനോകോർട്ടിക്സ് ട്രോപിക് ഹോർമോൺ. പേരിൽ തന്നെ ഉണ്ട് അഡ്രിനോകോർട്ടിക്സ്. മറന്നുകൊണ്ട് അഡ്രിനൽ കോർട്ടക്സിന് ആക്ടിവിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത് വന്നത് GTH ഗൊണാഡോട്രോപിക് ഹോർമോൺ. ഗൊണാഡോ എന്ന് പറയുമ്പോൾ തന്നെ സെക്സ് റിലേറ്റ് ചെയ്തതാണ് അല്ലേ? സെക്സ് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഗൊണാഡോ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന്. സ്റ്റിമുലേറ്റ്സ് ദ ആക്ടിവിറ്റി ഓഫ് ടെസ്റ്റിസ് ഇൻ ദ മെയിൽ ആൻഡ് ഓവറീസ് ഇൻ ദ ഫീമെയിൽസ്. പറയുന്നത് നമ്മളെ ആണുങ്ങൾക്ക് ടെസ്റ്റിസിൻ്റെ ആക്ടിവിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും പെൺകുട്ടികൾക്ക് ഓവറീസിൻ്റെ ആക്ടിവിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യുന്നു? GTH ഗൊണാഡോട്രോപിക് ഹോർമോൺ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പോകുന്നത് ഗ്രോത്ത് ഹോർമോൺ ആണ്. നമ്മൾ സൊമാറ്റോട്രോപിക് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറവ് കാരണം, അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ്റെ കുറവ് കാരണവും അതിൻ്റെ കൂടുതൽ കാരണവും സംഭവിക്കുന്ന അസുഖങ്ങളെപ്പറ്റി നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി പേരിൽ തന്നെ ഉണ്ട് ഗ്രോത്ത്, പ്രൊമോട്ട്സ് ഗ്രോത്ത്. നമ്മുടെ ബോഡിക്ക് തന്നെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഗ്രോത്ത് ഹോർമോൺ. ഇനി ലാക്റ്റിൻ എന്താണ്? ലാക്റ്റിൻ എന്ന് വെച്ചാൽ എന്താണ്? പാലുമായിട്ട് സംബന്ധപ്പെട്ടാണ് ലാക്റ്റിൻ, മിൽക്കുമായിട്ട്. അപ്പോൾ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് മിൽക്കിൻ്റെ പ്രൊഡക്ഷനായിട്ട് സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. അപ്പോൾ ഇപ്പം നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻറ്റീരിയർ ലോബ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് വൺ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, സെക്കൻഡ് വൺ അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ഗൊനാഡോട്രോപിക് ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപിക് ഹോർമോൺ, നെക്സ്റ്റ് വൺ പ്രൊലാക്റ്റിൻ. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്തൊക്കെ സെക്രീറ്റ് ചെയ്യുന്നതായിരുന്നു. പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും, വിച്ച് ആർ സെക്രീറ്റഡ് ബൈ ദ പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണേ. which are secreted by the posterior lobe of pituitary gland are produced by special neurosecretory cells of hypothalamusലുള്ള സ്പെഷ്യൽ ന്യൂറോസെക്രട്ടറി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളെ പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ രണ്ട് ഹോർമോൺസ് പറയുന്നുണ്ട്. ഒന്നാമത്തത് വാസോപ്രസിനും രണ്ടാമത്തത് ഓക്സിറ്റോസിനും. ഇനി ഓക്സിറ്റോസിൻ്റെ വാസോപ്രസിൻ്റെ ഫംഗ്ഷൻ എന്തെന്ന് നോക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. Oxytocin facilitates the childbirth by stimulating the contraction of smooth muscles in the uterine wall. Next one, facilitate lactation. അപ്പോൾ ഓക്സിറ്റോസിൻ പെൺകുട്ടികളുടെ ശരീരത്തിലാണ് ഓക്സിറ്റോസിൻ്റെ അളവ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പ്രസവിക്കാൻ സമയമാകുമ്പോൾ യൂട്രൈൻ വാളിലുള്ള സ്മൂത്ത് മസിൽസിനെ കൺട്രാക്ട് ചെയ്ത് ബേബീനെ പുഷ് ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്നു ആര്? ഓക്സിറ്റോസിൻ. അതുപോലെ തന്നെ പാല്, പ്രസവിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു ആരാണ്? ഓക്സിറ്റോസിൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ADH, വാസോപ്രസിൻ ഓർ ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ. നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് മാത്രമേ പഠിക്കാവുള്ളൂ. നിങ്ങൾ ഹയർ സ്റ്റഡീസിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കാണും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഹോർമോൺ ADH അല്ലെങ്കിൽ വാസോപ്രസിൻ. നിങ്ങളുടെ മിക്കവാറും എക്സാമിൻ്റെ ഒരു ചോദ്യം ഇതെന്ന് പ്രതീക്ഷിക്കാം. ADH അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നിക്കകത്തുള്ള വാട്ടറിനെ റീഅബ്സോർപ്ഷൻ ചെയ്യാൻ ആര് സഹായിക്കുന്നു? ADH അല്ലെങ്കിൽ വാസോപ്രസിൻ സഹായിക്കുന്നു. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇപ്പം നമുക്കൊരു വീഡിയോ കാണാം. ആ വീഡിയോ എന്തുകൊണ്ട് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളിലേക്ക് കാണിക്കണമെന്ന് തോന്നി. കാരണം ആ വീഡിയോയിൽ വ്യക്തമായിട്ട് ഹൈപ്പോതലാമസിൻ്റെ ഇതും നമ്മളെ വാസോപ്രസിൻ്റെ ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കുറച്ച് ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നിക്കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന നെക്സ്റ്റ് തൊട്ട് കാണാം. നമുക്ക് വീഡിയോ കണ്ടാലോ. Vasopressin, also known as antidiuretic hormone, is an important mediator of water retention by the kidneys. Vasopressin is synthesized in the hypothalamus and stored in the posterior pituitary, from which it is released in response to decreased plasma volume and increased serum osmolality. Inappropriate vasopressin release reduces excretion and increases resorption of water, which may disproportionately expand the plasma volume, resulting in dilutional hyponatremia. ഇപ്പം നമ്മൾ ആ വീഡിയോ കണ്ടതല്ലേ, ആ വീഡിയോയിൽ ഭയങ്കര വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോഡിക്കകത്ത് എങ്ങനെയാണ് ഹൈപ്പോതലാമസിൽ നിന്ന് ഈ പോസ്റ്റീരിയർ ലോബിൽ നിന്ന് എങ്ങനെ വാസോപ്രസിൻ ഉണ്ടാവുന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ട് തന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വാസോപ്രസിൻ നമ്മുടെ ബോഡിക്കകത്ത് എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെയാണ് ഫങ്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ വാസോപ്രസിനും കിഡ്നിയായിട്ട് വലിയൊരു ബന്ധമുണ്ട് കേട്ടോ, മറന്നു പോകണ്ട. Vasopressin regulates the level of water in the body through the reabsorption of water in the kidney. നമ്മൾ നേരത്തെ ഫങ്ഷൻസിനെ അവിടെ പറഞ്ഞു. നമ്മൾ കിഡ്നിയിലുള്ള വാട്ടറിനെ റീഅബ്സോർഷൻ ചെയ്യാൻ ആര് സഹായിക്കുന്നു? വാസോപ്രസിൻ സഹായിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക, ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇനി നമ്മളെ ബോഡിക്കകത്തുള്ള അല്ലെങ്കിൽ നമ്മളെ ബ്ലഡിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നോർമൽ ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ ബ്ലഡ് ഇൻക്രീസസ്. കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ബ്ലഡിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ആരുടെ അളവ് കുറയണം? ആരുടെ പ്രൊഡക്ഷൻ കുറയണം? വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കുറയണം. അതേസമയം റീഅബ്സോർപ്ഷൻ ദ കിഡ്നി അതും കുറയണം. കിഡ്നിയിൽ നിന്ന് വെള്ളം റീഅബ്സോർബ് ചെയ്യുന്നത് കുറഞ്ഞാൽ മാത്രമേ റൈസസ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ യൂറിൻ്റെ അളവ് കൂട്ടാൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്, നമുക്ക് സിമ്പിളായിട്ട് എടുത്താൽ മതി, നമുക്കിതൊക്കെ പഠിക്കാൻ പറ്റും. സിമ്പിൾ കാര്യങ്ങളാണ്. നമ്മളെല്ലാം പ്രാക്ടിക്കൽ വേസിൽ തിങ്ക് ചെയ്ത് നോക്കിയാൽ നമുക്കിത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ ഒരുപാട് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ഒരു ഹാഫ് ആൻ അവറിൽ വിത്തിൻ 50 മിനിറ്റ്സ് നമുക്കിങ്ങനെ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി തോന്നത്തില്ലേ? സ്വാഭാവികമല്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കുറയണം. അതേസമയം ആരുടെ പ്രൊഡക്ഷനും കുറയണം? കിഡ്നിയിൽ നിന്ന് വെള്ളം റീഅബ്സോർബ് ചെയ്യുന്നതും കുറയണം. ഡിക്രീസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നീസ്, റൈസസ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ യൂറിൻ. എങ്കിൽ മാത്രമേ നമ്മളെ ബോഡിക്കകത്തുള്ള വെള്ളത്തിന് മൂത്രം വഴി പുറത്തോട്ട് തള്ളാൻ സാധിക്കത്തുള്ളൂ, യൂറിനേഷൻ വഴി പുറത്തോട്ട് തള്ളാൻ സാധിക്കത്തുള്ളൂ. ഇനി അടുത്ത് പറയുന്നത് നോർമൽ ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ ബ്ലഡ് ഡിക്രീസസ്. മേ ബി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണമായിരിക്കണം? രണ്ടിൻ്റെ പ്രൊഡക്ഷനും കൂടണമായിരിക്കണം. വാസോപ്രസിൻ്റെ പ്രൊഡക്ഷനും കൂടണം, നമ്മൾ കിഡ്നി റീഅബ്സോർപ്ഷൻ ചെയ്യുന്ന വാട്ടറിൻ്റെ ഇതും കൂടണം. നോക്കാം കറക്റ്റ് ആണോ എന്ന്. യെസ്, പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഇൻക്രീസസ് the reabsorption of water in the kidney. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലോവേഴ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ യൂറിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ബോഡിക്കകത്തുള്ള വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷന് കുറയണം, കിഡ്നി റീഅബ്സോർപ്ഷൻ ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവും കുറയണം. എങ്കിൽ മാത്രമേ യൂറിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ. ഇനി വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കൂടണം. അതുപോലെ തന്നെ ഇൻക്രീസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി, അവിടെയും കൂട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് ദി യൂറിൻ കുറയ്ക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് ബോഡിയിൽ ബാലൻസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ബോഡി ബാലൻസ് ചെയ്ത് പോകുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെ ആണ്. മൂവ് ടു നെക്സ്റ്റ് വൺ. ദ പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഇസ് ഹൈ ഇൻ ദ സമ്മർ സീസൺ, during which the water loss is excessive through the sweat, but the production is less during the winter and the rainy season. ഇനി പറയുന്നത് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സമ്മർ സീസൺ, ചൂട് സമയമാകുമ്പോൾ നമുക്ക് വേർത്ത് കുറേ വെള്ളം നമ്മുടെ ശരീരത്തിനകത്ത് നിന്ന് പോകും. അപ്പോൾ എന്ത് ചെയ്യും? വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. ബട്ട് ദ പ്രൊഡക്ഷൻ ഇസ് ലെസ് ഡ്യൂറിങ് ദ വിന്റർ ആൻഡ് റെയിനി സീസൺ. വിന്ററിലും റെയിനി സീസണിലും വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് when the production of vasopressin decreases, the reabsorption of water in the kidney decrease and excess amount of urine is eliminated. This condition is known as diabetic insipidus. മനസ്സിലായ? ഇനിയും പറയുന്നത് വാസോപ്രസിൻ്റെ പ്രൊഡക്ഷനേ കുറഞ്ഞു പോകുന്നു.
മനസ്സിലായല്ലോ. നമ്മൾ നേരത്തെ പഠിച്ചത് വെള്ളത്തിൻ്റെ അളവ് കൂടിയാലോ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാലോ നമ്മളെ ബോഡിക്ക് അനുസരിച്ച് വാസോപ്രസിൻ്റെ റെഗുലേഷനെ പറ്റിയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇനിയും നമ്മൾ പറയുന്നത് വാസോപ്രസിൻ്റെ പ്രൊഡക്ഷനേ കുറഞ്ഞു പോയി. വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ ഫുള്ളി ഡിക്രീസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? കിഡ്നിയിൽ നിന്ന് വാട്ടർ റീഅബ്സോർപ്ഷൻ ചെയ്യുന്നത് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എക്സസ് എമൗണ്ട് ഓഫ് യൂറിൻ നമ്മളെ ബോഡിയിൽ നിന്ന് എക്സസ് എമൗണ്ട് ഓഫ് യൂറിൻ ഇങ്ങനെ എലിമിനേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ആ കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് ഡയബറ്റീസ് ഇൻസിപ്പിറ്റസ് എന്ന് പറയുന്നത്. ഇതിൽ മേജർ സിംറ്റംസ് എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, വിത്തിൻ 10 മിനിറ്റ്സ് 10 മിനിറ്റ് വെച്ച് അല്ലെങ്കിൽ 15 to half an hour വെച്ച് ഭയങ്കര ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര ദാഹവും, കാരണം വെള്ളം ബോഡിക്കത്തുനിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഇവർക്ക് ഭയങ്കര ദാഹവും കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് ഇവരുടെ മേജർ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സെക്ഷൽ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ സെക്ഷൽ ക്യാരക്ടേഴ്സ് അവിടെ നേരത്തെ എന്ത് പറഞ്ഞു? ഗൊണാഡോട്രോപിക് ഹോർമോൺസ് ആണ്. മെയിൽസിന് ടെസ്റ്റസ് ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പറഞ്ഞു. ഓവറീസ്, ഫീമെയിൽസിലുള്ള ഓവറീസിൻ്റെ ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും ഗൊണാഡോട്രോപിക് ഹോർമോൺസ് നമ്മൾ പറഞ്ഞു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ ഓവറീസ് ആൻഡ് ടെസ്റ്റിസ് സെക്രീറ്റ് സെക്സ് ഹോർമോൺസ്. നമ്മൾ സെക്സ് ഹോർമോൺസിന് സെക്രീറ്റ് ചെയ്യുന്ന ആരാണ്? ഓവറിയും ടെസ്റ്റിസും ആണ്. ഈ പിക്ചർ കാണിക്കുന്നത് ടെസ്റ്റിസ്, ഇത് കാണിക്കുന്നത് ഓവറീസ് ആണ്. ഇത് രണ്ടുമാണ് നമുക്ക് ഓവറി എന്ന് പറയുന്നത്. ടെസ്റ്റിസിനെ കുറിച്ച് നോക്കാം. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് നമ്മൾ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ഇനി ടെസ്റ്റോസ്റ്റിറോൺ എന്തൊക്കെ ചെയ്യുന്നു നോക്കാം. ടെസ്റ്റോസ്റ്റിറോൺ കൺട്രോൾസ് ദ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. നമ്മളുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മളുടെ ഈ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. എന്തൊക്കെയാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് നോക്കാം. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ദ ഓയിസ്, ഗ്രോത്ത് ഓഫ് ദ ഹെയർ, ഡെവലപ്മെന്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. നമുക്ക് ശബ്ദത്തിൽ മാറ്റം ഉണ്ടാകുന്നത്, നമ്മളെ രോമത്തിൻ്റെ വളർച്ച, പിന്നെന്താണ് നമ്മളെ റീപ്രൊഡക്റ്റീവ് ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെയാണ് നമ്മൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കൂടാതെ സ്പേമിൻ്റെ ഉൽപ്പാദനം, ബീജം ഉൽപ്പാദിപ്പിക്കാനും ആര് സഹായിക്കുന്നു? ടെസ്റ്റോസ്റ്റിറോൺ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് പെണ്ണുങ്ങളുടെ കാര്യത്തിലോട്ട് കടന്നാലോ? ഓവറി സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസ് ആണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. എന്താണ്? ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഈസ്ട്രജൻ കൺട്രോൾ ചെയ്യുന്നത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നു. പിന്നെ ഓവുലേഷന് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ എന്താണ്? മെൻസ്ട്രൽ സൈക്കിൾ കൺട്രോൾ ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യുന്നു? ഈസ്ട്രജൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി മൂവ് ടു ദ പ്രൊജസ്ട്രോൺ. ഈ പ്രൊജസ്ട്രോണിലാണെങ്കിൽ എന്താണ്? കൺട്രോൾസ് ഓവുലേഷൻ. സെയിം ഇതുപോലെ തന്നെയാണ് ഓവുലേഷൻ. നമ്മളെ ഈസ്ട്രജൻ്റെ കൂടെ പ്രൊജസ്ട്രോണും ഓവുലേഷൻ കൺട്രോൾ ചെയ്യുന്നു, മെൻസ്ട്രൽ സൈക്കിൾ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ എക്സ്ട്രാ ഒന്ന് ചെയ്യുന്നത് പ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ എന്ന് വെച്ചാൽ ഭ്രൂണം. നമ്മുടെ ഭ്രൂണത്തിന് യൂട്രസിൻ്റെ അകത്ത് ഇംപ്ലാന്റ് ചെയ്യാൻ ആര് സഹായിക്കുന്നു? പ്രൊജസ്ട്രോൺ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ പെൺകുട്ടികളുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോണും ഈസ്ട്രോജൻ്റെതും ഹോർമോൺ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ആണുങ്ങൾക്കും അതുപോലെ തന്നെയാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും രണ്ടും സെക്സ് ഹോർമോൺസ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സോ മൂവ് ടു നെക്സ്റ്റ് ടോപ്പിക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നേരത്തെ ഹൈപ്പോതലാമസിനെ കുറിച്ച് പഠിച്ചു. പക്ഷേ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രെയിനിൻ്റെ ഒരു പാർട്ടാണ് ഹൈപ്പോതലാമസ്. അതിൻ്റെ പ്രൈം കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെക്സ്റ്റിലൊരു ഹെഡിങ് കൊടുത്തിട്ട് കുറച്ച് കാര്യങ്ങളുടെ ഹൈപ്പോതലാമസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹൈപ്പോതലാമസ് ഇസ് എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് എൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ടു. ഇതൊരു ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ബ്രെയിൻ്റെ ഒരു പാർട്ടുമാണ്, പിന്നെ ആരുമാണ്? ഇറ്റ്സ് എൻഡോക്രൈൻ ഗ്ലാൻഡും കൂടെയാണ്. ഇറ്റ്സ് കൺട്രോൾസ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ദെർബൈ അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മൾ പറഞ്ഞില്ല, ആന്റിറിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി, അതിനെയും കൺട്രോൾ ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസിന് 2 ഹോർമോൺ ഉണ്ട്. ഫസ്റ്റ് ഒന്ന് വെച്ചാൽ റിലീസിങ് ഹോർമോൺ, സെക്കൻഡ് വൺ ഈസ് ഇൻഹിബിറ്ററി ഹോർമോൺസ്. ഇനി സ്റ്റിമുലേറ്റ്സ് ദ നമ്മൾ റിലീസിങ് ഹോർമോൺ എന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റ്സ് ദ ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സെക്രീറ്റ്സ് ട്രോപ്പിക് ഹോർമോൺ. പേരിൽ തന്നെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. സ്റ്റിമുലേറ്റ്സ് ദ ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സെക്രീറ്റ്സ് ദ ട്രോപ്പിക് ഹോർമോൺ. നമ്മൾ നേരത്തെ പഠിച്ചത് TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ACTH, അഡ്രിനോകോർട്ടിക് ട്രോപ്പിക് ഹോർമോൺ, GTH, ഗൊണാഡോട്രോപിക് ഹോർമോൺ. ഇതെല്ലാം ആര് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു? നമ്മളെ ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, നമ്മൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഹൈപ്പോതലാമസിലെ 2 ഹോർമോൺസിനെ പറ്റി പറയുന്നുണ്ട്. ഒന്നാമത്തത് റിലീസിങ് ഹോർമോൺസ് എന്നും രണ്ടാമത്തത് ഇൻഹിബിറ്ററി ഹോർമോൺസ് എന്നും പറയുന്നുണ്ട്. ഇനി റിലീസിങ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സെക്രീറ്റ്സ് ട്രോപ്പിക് ഹോർമോൺസ്. നമ്മൾ ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ട്രോപ്പിക് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യുന്നു? നമ്മളെ ഹൈപ്പോതലാമസ് റിലീസിങ് ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഹിബിറ്ററി ഹോർമോൺ ആണ്, വിച്ച് ഇൻഹിബിറ്റ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് ട്രോപ്പിക് ഹോർമോൺസ് ഇൻ ദ ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്.
ആൻറ്റീരിയർ ലോബ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുള്ള ഹോർമോൺസിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇൻഹിബിറ്ററി ഹോർമോൺ. ആവശ്യമില്ലാത്ത സമയത്ത് നമ്മളതിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇൻഹിബിറ്ററി ഹോർമോൺസ്. ഇപ്പോൾ നമ്മളെ ബോഡി എപ്പോഴും ഒരു ബാലൻസിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഹൈപ്പോതലാമസ് 2 ആൾക്കാരെ കൂടെ വച്ചേക്കുന്നത്, റിലീസിങ് എന്നും ഇൻഹിബിറ്ററി എന്ന് പറഞ്ഞിട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദ ഹൈപ്പോതലാമസ് കൺട്രോൾസ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് thereby the entire endocrine system by producing a variety of releasing hormones and inhibitory hormones. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവർ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക്, പീരിയൽ ഗ്ലാൻഡിനെ പറ്റി പഠിച്ചു, ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന 2 ഗ്ലാൻഡുകളെ പറ്റി പഠിച്ചു, ആൻറ്റീരിയർ ലോബ്, പോസ്റ്റീരിയർ ലോബ്, ഗ്രോത്ത് ഹോർമോണെ പറ്റി കണ്ടു. പിന്നെന്തുവാണ് നമ്മൾ പഠിച്ചത്? ഇപ്പോൾ ലാസ്റ്റ് ഹൈപ്പോതലാമസിൻ്റെ ഫംഗ്ഷൻ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 2 ഹോർമോൺസിനെ പറ്റി നോക്കി. അതാണ് റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോൺസിനെ പറ്റി നമ്മൾ നോക്കി. ജസ്റ്റ് ഒന്ന് റിവിഷൻ ടൈപ്പിൽ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പോവാം. ഫസ്റ്റേ പറഞ്ഞു ബ്രെയിൻ്റെ സെൻട്രൽ പാർട്ടാണ് പീനിയൽ ഗ്ലാൻഡ് എന്ന്. അതിന് എല്ലാ ഈ പീനിയൽ ഗ്ലാൻഡ് മെലാറ്റോണിൻ്റെ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. മെലാറ്റോണിൻ്റെ ഹോർമോണിൻ്റെ ഫംഗ്ഷൻ വെച്ചാൽ എല്ലാം നമ്മുടെ ബോഡിക്ക് നടക്കുന്ന എല്ലാ റിതമിക് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത്. സ്ലീപ്പിംഗ്, വേക്കിംഗ് അപ്പ് എന്ന് പറയുന്ന എല്ലാ റിതമിക് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പീനിയൽ ഗ്ലാൻഡ് ആണ്. അടുത്ത് നമ്മൾ പറഞ്ഞതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 ലോബുകളുണ്ട്. ഫസ്റ്റ് വൺ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി, സെക്കൻഡ് വൺ പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. ഈ ആൻറ്റീരിയർ ലോബും പോസ്റ്റീരിയർ ലോബും എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? നമ്മുടെ ബ്രെയിനിൽ ഹൈപ്പോതലാമസോട്ട് കണക്റ്റഡ് ആണ് ഈ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. വീഡിയോയും കണ്ടു. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറഞ്ഞു. സൊമാറ്റോട്രോപ്പിൻ ഗ്രോത്ത് ഫേസിൽ, ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസിൽ സൊമാറ്റോട്രോപ്പിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ജൈജാൻറ്റിസം. ടോൾ പേഴ്സൺസ് ആയിരിക്കും അവരെ കാണാൻ. ഇനി ഈ ഗ്രോത്ത് ഫേസിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ഡോർഫിസം എന്ന് പറയുന്നു. ആഫ്റ്റർ ദ ഗ്രോത്ത് ഫേസിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മളതിന് അക്രോമെഗാലി എന്ന് പറയുന്ന ഫേസ്, ജോസ്, ഇതിൻ്റെയൊക്കെ എല്ലാം എക്സസീവ് ഗ്രോത്ത് ഓഫ് ബോൺസ് ആയിരിക്കും ഇതിൽ കാണപ്പെടുന്നത്. പിന്നെ നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിച്ച എന്തായിരുന്നു? ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്ററി ഹോർമോൺ, അഡ്രിനോകോർട്ടിക്കോട്രോപ്പി ഹോർമോൺ, ഗൊണാഡോട്രോപ്പി ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ, പ്രൊലാക്റ്റിൻ. ഇതിൻ്റെ ഫംഗ്ഷൻസും പറഞ്ഞു. തൈറോയ്ഡ് പേരിൽ തന്നെ ഉണ്ട്, തൈറോയ്ഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അഡ്രിനോകോർട്ടക്സ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഗൊണാഡോ സെക്സ് ഹോർമോൺസ്, മെയിൽസിലെ ടെസ്റ്റിസും ഫീമെയിൽസിന് ഓവറീസ് എന്ന് പറഞ്ഞു. ഗ്രോത്ത് ഹോർമോൺ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ലാക്റ്റിൻ മിൽക്ക്. അടുത്ത് നമ്മൾ നോക്കിയത് പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ 2 ഹോർമോൺസിനെ പറ്റിയായിരുന്നു. ഓക്സിറ്റോസിനും വാസോപ്രസിനും പറഞ്ഞു. നമ്മൾ പ്രസവ സമയത്ത് നമ്മൾ യൂട്രൈൻ വാളിൻ്റെ സ്മൂത്ത് മസിൽസിനെ കൺട്രാക്ട് ചെയ്ത് ബേബിനെ പുഷ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? ഓക്സിറ്റോസിൻ. പിന്നെ പാല് ലാക്ടേഷന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതും ഓക്സിറ്റോസിൻ ആണ്. നെക്സ്റ്റ് നമ്മൾ കണ്ടത് നമ്മൾ വാസോപ്രസിൻ അല്ലെങ്കിൽ ആൻറ്റി ഡയറോട്ടിക് ഹോർമോൺ ആണ്. നമ്മളെ കിഡ്നിക്കകത്തുള്ള വെള്ളത്തിന് റീഅബ്സോർപ്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? നമ്മൾ ബ്ലഡിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. അതേസമയം നമ്മളെ കിഡ്നിക്കകത്ത് വെള്ളം റീഅബ്സോർപ്ഷൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. അപ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ യൂറിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നത്. ഇനി കണ്ടത് എന്താണ്? ഈ ലെവൽ ഓഫ് വാട്ടറിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. സെയിം പാറ്റേണിൽ തന്നെയാണ് വാട്ടർ ഓഫ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് ദ കിഡ്നി, അതും കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ലോവേഴ്സ് ക്വാണ്ടിറ്റി ഓഫ് ദ യൂറിൻ്റെ അളവ് കുറയുന്നു. പിന്നെ പറഞ്ഞ സമ്മർ സീസണിൽ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും, വിൻ്റർ സീസണിൽ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. പിന്നെ നമ്മൾ സെക്ഷൽ ക്യാരക്ടേഴ്സിനെ പറ്റി നോക്കി. ടെസ്റ്റിസ്, ഓവറി. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെസ്റ്റോസ്റ്റിറോൺ, ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. ടെസ്റ്റോസ്റ്റിറോൺ നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു. അതിൽ ബീജം സ്പേം പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മൾ നോക്കിയത് ഓവറിയാണ്. 2 ഹോർമോൺസ് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. സെയിം ലൈക്ക് ദാറ്റ്. ഈസ്ട്രോജൻ എന്ന് പറയുന്നത് നമ്മളെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നു. ഓവുലേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ ഹെൽപ്പ് ചെയ്യുന്നു ഈസ്ട്രോജൻ. പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് ഓവുലേഷൻ കൺട്രോൾ ചെയ്യുന്നു, മെൻസ്ട്രൽ സൈക്കിൾ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ, യൂട്രസ്, ഭ്രൂണത്തെ യൂട്രസിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആരാണ്? ഈസ്ട്രോജൻ ആണ്. നെക്സ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഹൈപ്പോതലാമസിനെ 2 കാര്യങ്ങളോടത് പറഞ്ഞു. ഒന്നാമത്തേത് നമ്മൾ റിലീസിങ് ഹോർമോണും, രണ്ടാമത്തെ ഇൻഹിബിറ്ററി ഹോർമോൺ എന്ന് പറഞ്ഞു. റിലീസിങ് ഹോർമോൺ എന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, അതായത് റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇൻഹിബിറ്ററി ഹോർമോൺ എന്ന് വെച്ചാൽ ഇൻഹിബിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കി. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അനിമൽസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക.
എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മൾ നെക്സ്റ്റ് ക്ലാസ് സ്പീഡ് കൂടിപ്പോയെന്നോ അല്ലെങ്കിൽ ഇന്ന പോർഷൻ കുറച്ചുകൂടെ വ്യക്തമാക്കി പറയാമെന്നോ എന്ത് പറഞ്ഞാലും കമൻറ്റ് ബോക്സിൽ ഇട്ട് നമ്മൾ വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടെ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളും കാണുക. കണ്ടതിന് ശേഷം ഉപയോഗം എന്ന് തോന്നിയാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അടുത്ത വീഡിയോ നെക്സ്റ്റ് ചെയ്യാൻ ഇടുന്നതായിരിക്കും. നമുക്ക് പാർട്ട് 4 കൂടി നമുക്ക് ഈ ചാപ്റ്റർ കഴിയും. വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് മൂവ് ടു ചാപ്റ്റർ 4 നമുക്ക് കടക്കാം. ടേക്ക് കെയർ, ബൈ ബൈ.